കാസർകോട്ടെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മൾ കാത്തിരിക്കുന്ന വിധി ഇപ്പോൾ വരാൻ പോകണല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും വളരെ സഹിഷ്ണുതയോടുകൂടി ആത്മസംയമനത്തോടുകൂടി വളരെ ഉത്കണ്ഠാകുലരായി ഇവിടെ കാത്തിരിക്കുന്നത് ഈ 12-15 എന്ന് പറയാം. ഓരോ നിമിഷങ്ങൾ എണ്ണിയാണ് ഇവിടെ നമ്മളിരിക്കുന്നത് ഈ 12:15 വേണ്ടി. കാരണം കഴിഞ്ഞ 2019 ഫെബ്രുവരി മാസം 17-ാം തീയതി തൊട്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ പിന്നിലാണ്. പാർട്ടിയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും കുടുംബവും എല്ലാം ഇതിൻ്റെ പിന്നിലാണ്. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത 2 നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ആ കൊടും ക്രൂരകൃത്യം ചെയ്ത പ്രതികൾക്ക് കോടതി അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുന്ന സമയമാണ് 12:15. അപ്പോൾ അതുകൊണ്ട് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിഭാഗം വക്കീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം നിന്ന വക്കീലാണ്. ഇരയോടൊപ്പം നിന്ന് ഇരയെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇരയുടെ കയ്യിൽ നിന്ന് എല്ലാം ചോർത്തിയെടുത്തിട്ട് കൂറുമാറി അപ്പുറത്ത് പോയി. മാനസാന്തരം വന്നിരിക്കുന്നത് ഇപ്പോൾ CK സീതനാണ്. ഇവിടെ നിന്നിട്ട് അപ്പുറത്തോട്ട് മാനസാന്തരം വന്നു പോയത്. പുള്ളി കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ശിഷ്യനാണ്. ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം കിട്ടിയാൽ പുള്ളി എന്തും ചെയ്യും എന്നുള്ള തെളിവാണ് ഇവരോടൊപ്പം നിന്നിട്ട് കൂറുമാറി അപ്പുറത്ത് പോയത്. അപ്പോൾ പുള്ളി ഇപ്പോൾ പറയുന്നത് KV കുഞ്ഞിരാമനൊരു അമ്മയുണ്ട്, അതുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം. കുഞ്ഞിരാമന് മാത്രമാണോ അമ്മ? ലോകത്ത് മുഴുവൻ ആളുകളെയും അമ്മമാർ നൊന്ത് പ്രസവിച്ചാണ്. 10 മാസം ഉദരത്തിൽ ചുമന്നുകൊണ്ട് കടന്ന് നൊന്ത് പ്രസവിച്ചാലാണ്. ഇവിടെ 2 മക്കൾ നഷ്ടപ്പെട്ട 2 അമ്മമാർ ആർത്തിരുമ്പി കരയുകയാണ്. ഒരമ്മ ഇവിടെ ഇരിപ്പുണ്ട്, കൃപേഷിൻ്റെ അമ്മ. ഒരമ്മ ശരത്ലാലിൻ്റെ അമ്മ എറണാകുളത്ത് ഇരിപ്പുണ്ട്. ഈ അമ്മമാർ മക്കൾ നഷ്ടപ്പെട്ട 2 അമ്മമാരാണ്. ആ മക്കൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ആളാണ് കുഞ്ഞിരാമൻ. അയാളുടെ അമ്മയുടെ ദുഃഖമാണോ വലുത്? മക്കൾ നഷ്ടപ്പെട്ട ഈ 2 അമ്മമാരുടെ ദുഃഖമാണോ വലുത്? ഇതുപോലെ ഇനി അമ്മമാർ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുഞ്ഞിരാമന് കടുത്ത ശിക്ഷ കൊടുക്കണം. ദയ അർഹിക്കുന്നില്ല, മാപ്പ് അർഹിക്കുന്നില്ല. മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിധി വന്നിട്ട് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിധി വന്നിട്ട് പറയാം. കാരണം ഈ കുറ്റവാളികൾ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. കാരണം ഈ കൊലക്കേസിലെ പ്രതികളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഈ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം കൊടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് 6 കൊല്ലക്കാലം ഈ പ്രതികൾ മുഴുവൻ ജയിലിലായിരുന്നു. 2, ഒരാളിൻ്റെ അമ്മ മരിച്ചു, വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവന്ന അമ്മയുടെ സംസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയി. ഒരാളിനല്ലാതെ രണ്ടാമതൊരാൾക്ക് പരോള് കൊടുത്തിട്ടില്ല. അപ്പോൾ പരോള് കൊടുക്കാത്തൊരു കേസ്, അതുപോലെ ജാമ്യം കൊടുക്കാത്തൊരു കേസ്, 6 കൊല്ലം അറസ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് വിധി പറയുന്ന നിമിഷം വരെ അകത്തായിരുന്നു എല്ലാവരും. ഈ 10 പേരൊഴിച്ചാൽ 10 പേരെ പിന്നെ അന്ന് വെറുതെ വിട്ട് ആ 10 പേര് വെറുതെ വിടുന്ന നിമിഷം വരെ 6 കൊല്ലം ജയിലിലായിരുന്നു. അങ്ങനെ ഒരു കേസ് കേരളത്തിന്റെ ജുഡീഷ്യൽ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരോള് കൊടുക്കാത്ത കേസ്